everyone, welcome back to Career Line Kerala. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് കീഴിൽ SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, ക്ലർക്ക് തുടങ്ങി 7 ഡിഫറെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ജോബിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ അവസാനം വരെ കാണുക. ഡെയിലി ജോബ് അലേർട്സ് ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് ഉള്ള വീഡിയോസ് ഒക്കെ നമ്മളോട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന നേരിട്ടുള്ള നിയമനമാണ്. 23/12/2025 വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 22/1/2026. ആദ്യത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ്. കാറ്റഗറി നമ്പർ 35/2025. വിദ്യാഭ്യാസ യോഗ്യത എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം, അതിന്റെ കൂടെ തന്നെ സഹകരണ ഹയർ ഡിപ്ലോമയും HDC അല്ലെങ്കിൽ HDC ആൻഡ് BM ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഡിപ്ലോമയുടെ കൂടെ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCMO അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സോ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSCയോ MSCയോ സഹകരണം ആൻഡ് ബാങ്കിങ്ങിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ BCom ബിരുദം സഹകരണം ഐച്ഛികമായിട്ടുള്ളതായിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ചവരാണെങ്കിൽ അത് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. സംഘങ്ങളുടെ പേരും ഒഴിവുകളുടെ എണ്ണവും ശമ്പള സ്കെയിലും നോക്കാം. ആദ്യം വന്നിരിക്കുന്ന സംഘം ഇടുക്കിയിലാണ്, തൊടുപുഴയാണ് വന്നിരിക്കുന്നത്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ പോസ്റ്റ് ആണ്, ഒരു വാക്കൻസി. ജനറൽ ആണ് വന്നിരിക്കുന്നത്. 27,000 മുതൽ 77,000 രൂപയാണ് ശമ്പളം വരുന്നത്. രണ്ടാമത്തേത് മലപ്പുറമാണ്. മലപ്പുറം ബ്രാഞ്ച് മാനേജർ പോസ്റ്റ് ആണ്. 27 മുതൽ 65,000 രൂപ സാലറി വരുന്നുണ്ട്. കോഴിക്കോട് അസിസ്റ്റന്റ് ജനറൽ മാനേജർ 27 മുതൽ 75,000 വരെ. സുൽത്താൻ ബത്തേരി വയനാട് ബ്രാഞ്ച് മാനേജർ 3 വേക്കൻസികളുണ്ട്. ജനറൽ ആണ്. 26,000 മുതൽ 70,000 രൂപ വരെയാണ് സാലറി വരുന്നത്. അടുത്ത് വന്നിരിക്കുന്ന 3 കണ്ണൂരാണ്. കണ്ണൂർ ഏഴോം സർവീസ് സഹകരണ ബാങ്കിൽ വന്നിരിക്കുന്നത് ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റ് ആണ്. ജനറൽ 28 മുതൽ 66,000 വരെയാണ്. ചിറക്കിലും വന്നിരിക്കുന്നത് ചീഫ് അക്കൗണ്ടന്റ് തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്നത് കണ്ണൂർ മാട്ടൂലാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ആണ്. ജനറൽ 23 മുതൽ 57,000 വരെയാണ് സാലറി വരുന്നത്. അതിന് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. രണ്ടാമത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ജൂനിയർ ക്ലർക്ക് ആണ്. ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കാണ് വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 36/2025. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ SSLC അഥവാ ഇക്വിവാലന്റ് ആയിട്ടുള്ള തത്തുല്യമായ യോഗ്യതയും അതിൻ്റെ ഒപ്പം തന്നെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും അടിസ്ഥാന യോഗ്യത ആയിട്ടാണ് വരുന്നത്. ഇത് കൂടാതെ കാസർഗോഡ് ജില്ലയിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് GDSM അല്ലെങ്കിൽ DCM ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ 1 വർഷത്തെ റെഗുലർ കോഴ്സ് HDC അല്ലെങ്കിൽ HDCM ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. SSLC എന്ന് പറയുന്നത് അടിസ്ഥാന യോഗ്യത ആണ്. അതിന് മുകളിലേക്കുള്ള യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതിന് മുകളിലേക്കുള്ള യോഗ്യത നമ്മൾ തൊട്ട് മുന്നത്തെ പോസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ അതേ യോഗ്യതകൾ തന്നെയാണ് വരുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ BSc ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ഇതിനകത്ത് വന്നിരിക്കുന്ന സംഘങ്ങൾ 7 സംഘങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന്റെ പോസ്റ്റും ഡീറ്റെയിൽസും നോക്കാം. ആദ്യം വന്നിരിക്കുന്നത് കടയ്ക്കാൽ കൊല്ലമാണ്. 3 വേക്കൻസി ഉണ്ട്. 18 മുതൽ 46 വരെയാണ് സാലറി വരുന്നത്. രണ്ടാമത്തത് കോട്ടയത്താണ്. കോട്ടയത്ത് 2 വേക്കൻസിയാണ് ഉള്ളത്. മലപ്പുറം 4 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ജനറൽ പോസ്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞതെല്ലാം. ദെൻ മലപ്പുറം 3 വേക്കൻസി. പിന്നെ വന്നിരിക്കുന്നത് കോഴിക്കോട് മന്ദരത്തൂർ ആണ് 3 വേക്കൻസി. അടുത്ത് വന്നിരിക്കുന്ന 2 പോസ്റ്റും SC ST കാറ്റഗറിക്ക് മാത്രം അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളാണ്. കണ്ണൂർ ചിറക്കൽ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ഉണ്ട്. ഇതിൽ ഒരെണ്ണം SC STയും ഒരെണ്ണം ജനറൽ വേക്കൻസിയാണ്. അതിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ആൻഡ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് SC STക്കാർക്ക് മാത്രമേ ഉള്ളൂ 2 വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് ജൂനിയർ ക്ലർക്കിന്റെ തന്നെയാണ്. സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത മുന്നേ പറഞ്ഞ അതേ യോഗ്യതകൾ തന്നെയാണ് വരുന്നത്. പോസ്റ്റുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം, ഉള്ളൂർ 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 16 മുതൽ 43 വരെയാണ് സാലറി വരുന്നത്.
രണ്ടാമത് വന്നിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയാണ്. ഒരു വേക്കൻസി, 13 മുതൽ 36 വരെ സാലറി. അടുത്ത് വന്നിരിക്കുന്നത് ഇടക്കൊച്ചി എറണാകുളം ജൂനിയർ ക്ലർക്ക് 2 പോസ്റ്റാണ്. ഇതിൽ ഒരെണ്ണം PWD വാക്കൻസിക്ക് ഉള്ള PWDക്കാർക്ക് മാത്രവും, ഒരെണ്ണം ജനറൽ വാക്കൻസിയാണ്. 17 മുതൽ 44,000 വരെയാണ് സാലറി വരുന്നത്. അടുത്തത് കുമ്പളങ്ങി എറണാകുളം 2 വാക്കൻസി, ഒരെണ്ണം PWDയും ഒരെണ്ണം ജനറലും, 17 മുതൽ 44 വരെ സാലറി. അടുത്ത് വരുന്നത് പൂമംഗലം തൃശ്ശൂർ ആണ്. ഒരു വാക്കൻസി, 16 മുതൽ 43 വരെ സാലറി. അടുത്ത് വരുന്നത് പാവറട്ടി തൃശ്ശൂർ ആണ്. 2 വാക്കൻസി, 16 മുതൽ 43 വരെ. നാട്ടിക തൃശ്ശൂർ 2 വാക്കൻസി, 17 മുതൽ 44 വരെ. കഞ്ചിക്കോട് പാലക്കാട് 4 വാക്കൻസി ഇവിടെ വരുന്നുണ്ട്. 17 മുതൽ 44 വരെയാണ് സാലറി വരുന്നത്. പാലക്കാട് പൊറ്റശ്ശേരി 3 വാക്കൻസി ഉണ്ട്. അതിൽ 2 എണ്ണം ജനറലും ഒരെണ്ണം SC/ST വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. കമ്മനം മലപ്പുറം 2 വാക്കൻസി ആണ്. 17 മുതൽ 44 വരെ സാലറി. മലപ്പുറത്ത് വന്നിരിക്കുന്നത് 2 വാക്കൻസി ആണ്. അടുത്ത് മലപ്പുറത്ത് തന്നെ രണ്ടാമത്തേൽ വന്നിരിക്കുന്നത് 1 വാക്കൻസിയാണ്. ഇതിലേക്ക് PWD കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കുള്ളൂ. അടുത്ത് വരുന്നത് തിരുവാലി മലപ്പുറം ആണ്. 1 വാക്കൻസി, ഒരു ജനറൽ വാക്കൻസി ആണ്. അടുത്ത് വന്നിരിക്കുന്നത് പാങ് മലപ്പുറം ആണ്. അവിടെയും ഒരു ജനറൽ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. വേങ്ങര മലപ്പുറത്ത് 4 വാക്കൻസി ഉണ്ട്. അതിൽ ഒരെണ്ണം PWD ആണ്, ബാക്കി 3ഉം ജനറൽ വാക്കൻസിയാണ്. അടുത്ത് വന്നിരിക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ്. ജൂനിയർ ക്ലർക്ക് 1 വാക്കൻസി. കോഴിക്കോട് 1 വാക്കൻസി. കോഴിക്കോട് ചെലവൂര് 3 വാക്കൻസി, ഒരു SC/STയും 2 ജനറലും. മുള്ളംകൊല്ലി വയനാട് വന്നിരിക്കുന്നത് 4 വാക്കൻസിയാണ്. മാനന്തവാടി വയനാട് 1 വാക്കൻസി. ഇത് PWDക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസിയാണ്. രാമന്തള്ളി കണ്ണൂർ 2 വാക്കൻസി. കാഞ്ഞിരങ്കാട് കണ്ണൂർ 1 വാക്കൻസി. ഇത് SC/STക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ, വേറെ ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മംഗൽപാടി കാസർഗോഡ് 2 വാക്കൻസി. ഇങ്ങനെ 23 സംഘങ്ങളിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നതും ജൂനിയർ ക്ലർക്ക് തന്നെയാണ്. ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിലേക്കാണ് വന്നിരിക്കുന്നത്. യോഗ്യതകൾ സെയിം യോഗ്യതകൾ തന്നെയാണ്, എക്സ്ട്രാ ഒന്നും പറഞ്ഞിട്ടില്ല. 5 സംഘങ്ങളുടെ പേരും 5 പോസ്റ്റുകൾ ഇവിടെ കാണാം. 14 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. കാസർഗോഡ് ഉണ്ട്. കാസർഗോഡ് 2 വാക്കൻസി ഉണ്ട്. സാലറി 10 മുതൽ 28 വരെയാണ് വരുന്നത്. പിന്നെ വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ SC/STക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാവുന്ന വാക്കൻസികളാണ്. ജനറൽ വന്നിരിക്കുന്നിടത്ത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. SC/ST അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗം മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൽ മറ്റാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കില്ല. അമ്പലവയൽ വയനാട് 1 ജനറൽ വാക്കൻസി. കോഴിക്കോട് 2 വാക്കൻസി. അതിൽ 1 SC/STയും 1 ജനറൽ വാക്കൻസിയാണ്. വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അല്ല, നിങ്ങൾ ഓപ്ഷൻ നോട്ടിഫിക്കേഷനിൽ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ ബാങ്കുകൾ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയാണ് വരുന്നത്. അപ്പം ക്ലാസ് 2ൽ നിന്ന് 7ലേക്ക് പോകുമ്പോൾ സാലറിയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. 39/2025. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MC അല്ലെങ്കിൽ BTech ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഈ 3 യോഗ്യത മാത്രം, ഡിസിപ്ലിൻസ് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മാത്രം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിനടുത്ത് ഇതിൻ്റെ അകത്ത് സംഘങ്ങളും അതുപോലെ തന്നെ സാലറി ഇവിടെ കാണും. സാലറി വരുന്നത് ഏകദേശം 26 മുതൽ 63,000 വരെയാണ് വരുന്നത് സാലറി. ഇതെല്ലാം തന്നെ ജനറൽ പോസ്റ്റ് ആണ്. 4 വാക്കൻസികളാണ് ഉള്ളത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം പെരിന്തൽമണ്ണ, പൊന്നാനിയും വരുന്നുണ്ട്. 4 വാക്കൻസിയാണ് മൊത്തം വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് അവസാനം പറയാം. അടുത്ത് വന്നിരിക്കുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 40/2025 ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, ഏതെങ്കിലും ഒരു ബിരുദം ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടാതെ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കുക. 3 വാക്കൻസികളാണ് ഉള്ളത്. കോഴിക്കോട്, കണ്ണൂരിന്, കുന്നരിക്കയും മാട്ടൂലും ആണ് വന്നിരിക്കുന്നത്. എല്ലായിടത്തും ഓരോ വാക്കൻസി ഉണ്ട്. പക്ഷേ കണ്ണൂർ, മാട്ടൂല് വന്നിരിക്കുന്നത് PWDക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അടുത്ത ലാസ്റ്റ് വന്നിരിക്കുന്നത് 41/2025 ടൈപ്പിസ്റ്റ് ആണ്. ടൈപ്പിസ്റ്റിലേക്ക് യോഗ്യത വരുന്നത് SSLCയും ഇക്വിവാലന്റും ആണ്. അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ്സായവരായിരിക്കണം. KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറും കൂടി ചോദിച്ചിട്ടുണ്ട്. ആകെ ഒരൊറ്റ വാക്കൻസി ഉള്ളൂ. അത് തൃശ്ശൂർ പട്ടേപ്പാടം ആണ്. അതും ഭിന്നശേഷി വിഭാഗം PWDക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. 16,000 മുതൽ 42,000 മുതൽ 42,000 രൂപ വരെയാണ് സാലറി വരുന്നത്.
ഈ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൽ ഉയർന്ന പ്രായപരിധിയിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും EWS കാൻഡിഡേറ്റ്സിനൊക്കെ തന്നെ 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. ഇതിന്റെ പരീക്ഷ 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളുടെ പരീക്ഷയായിരിക്കും നടത്തുന്നത്. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂവിന് 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇന്റർവ്യൂവിന് ഹാജരായാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിന് അനുസരിച്ചിട്ടായിരിക്കും. ഇതിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘങ്ങളിലേക്കോ ബാങ്കുകളിലേക്കോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീസ് കാര്യങ്ങൾ വരുന്നത് ഒരു ബാങ്കിന് നിങ്ങൾക്ക് 150 രൂപയാണ് വരുന്നത് ആദ്യത്തേതിന്. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതിന് 50 രൂപ വെച്ചിട്ടാണ് എക്സ്ട്രാ അടയ്ക്കേണ്ടത്. ഇനി പട്ടികജാതി വർഗ വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ ആദ്യത്തേതിനും എല്ലാത്തിനും നിങ്ങൾ എത്ര എണ്ണമാണോ അടയ്ക്കുന്നത് അതിനനുസരിച്ച് 50 രൂപ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത്. അപ്ലൈ ചെയ്യുന്നതിനായിട്ട് www.cscb.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിച്ചതിന് ശേഷം മൈ ആപ്ലിക്കേഷനിൽ നിന്ന് അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതായിരിക്കില്ല. പരീക്ഷാ കേന്ദ്രം ഇതിപ്പോൾ തൃശ്ശൂർ മാത്രമുള്ള വാക്കൻസിയുടെ ആണ്. ബാക്കിയുള്ളതിൽ അതിനനുസരിച്ചുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അപേക്ഷ അവസാനിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 22/1/2026 ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ജോബ് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. എല്ലാ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് ഡെയിലി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.